റൈഡർ കണ്ണാപ്പിയും മോളും. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഓ എന്റെ ബ്ലഷ് ഒക്കെ നോക്കിയേ. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് സൂപ്പർ അല്ലേ? ഹലോ ഗൈസ്, അപ്പം നമ്മൾ സിറ്റി സെൻറ്ററിൽ വന്നിരിക്കുകയാണ് വാവക്കുട്ടിന് സ്ട്രോളർ മേടിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത്രയും നാളെ ഞങ്ങൾ വാവക്കുട്ടിന് സ്ട്രോളർ മേടിച്ചിട്ടില്ല. പോകുന്നിടത്തെല്ലാം ഒക്കത്ത് വെച്ച് കൊണ്ട് നടന്ന് എൻ്റെ കൈ കഴിക്കുന്നത് ഗൈസ്, എനിക്ക് പറ്റത്തില്ല. എന്തോ എല്ലായിടത്തും ചുമ്മാ. അപ്പം നമ്മൾ വാവക്കുട്ടിന് സ്ട്രോളർ മേടിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. 219 വീഡിയോ. സോ അപ്പം പല വിധത്തിൽ, പല സൈസിൽ, പല ഇതിൽ ഇഷ്ടംപോലെ സ്ട്രോളേഴ്സ് ഉണ്ട്. ഈ ഒരു സ്ട്രോളർ ഇവിടെ മടങ്ങിയിരിക്കുന്നതാണ്ട. ഇതിവിടെ ഒരാള് മടക്കി നോക്കിയതാണ്, പക്ഷെ എന്നിട്ട് അത് നിവർത്താൻ പറ്റുന്നില്ല. ഒടിക്കരുത് പ്ലീസ്. അതിന്റെ പൈസ ഇവിടെ വെറുതെ കൊടുക്കണം. വേറെ ഏതെങ്കിലും മേടിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ക്യാബിൻ സ്ട്രോളറാണ് ഏറ്റവും ആവശ്യം. അതായത് മടങ്ങി എല്ലാ ഫ്ലൈറ്റ്സിലും ഈ ക്യാബിനിൽ വെക്കാൻ പറ്റണ രീതിയിലുള്ളത്. അപ്പോൾ ഇവിടെ വാവേനെ ഓരോ സ്ട്രോളറിലായിട്ടൊക്കെ ഇരുത്തി നോക്കി. ഇത് ട്വിൻസിന് വേണ്ടിയിട്ടുള്ളായിരുന്നു. നമുക്ക് നാളെ 2 കുട്ടികളാകുമ്പോൾ നമ്മളിത് മേടിക്കും. ഇതെവിടെ ഇവിടെ റൈഡർ കണ്ണാപ്പിയും മോളും. ഇരിക്കണോക്ക് പാവ എന്റെ കൊച്ച്. ഹലോ, ഹായ്. എന്താണ് ഇവിടെ സംഭവിച്ചത്? ക്ലോസ് ചെയ്ത് ഇഷ്ടപ്പെട്ടോ? ഹായ്. ഇതുവരായിട്ട് ഇഷ്ടപ്പെട്ടോ ബാബയ്ക്ക്? ഇഷ്ടപ്പെട്ടോ? വണ്ടി ഓടിക്കാൻ നിർത്തണം. ചുമ്മാ ഓടിച്ചോണ്ടിരിക്കാണ്. അവസാനം ഞങ്ങൾ കൊറേ ഈ ഒരു സ്ട്രോളർ സെലക്ട് ചെയ്തു. അവർക്ക് അത് ഇഷ്ടപ്പെട്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതെടുത്താലോ? എടുക്കാം. അടിക്കി ഒന്നും കൂടെ നോക്കട്ടെ. ഹൈഫൈ. ഇപ്പൊ ഈ സാധനമാണ് ആക്ച്വലി നമ്മൾ വേറെ ബില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പുതിയത് കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ബില്ല് ചെയ്യും. ഇവിടെ ഒരാൾ ഡി എന്ന് വിളിക്കുന്നുണ്ട്. ഡിയോ പൊന്നു, വാവയ്ക്ക് ഇതുപോലത്തെ കട്ടിൽ മേടിച്ചാലോ നമുക്ക്? അവസാനം ഞാനിതിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും. അവളിതിൽ കിടക്കത്തില്ല എന്തായാലും. നമ്മളിതിനകത്ത് പിന്നെ കിടക്കേണ്ടി വരും. പതുക്കെ. ഇവിടെ ഒരാള് മേക്കപ്പ് ഇടയാണ്. ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ പോകുന്നതാണ്. ഭയങ്കര കട്ടിയായില്ലേ ഇത്? വാവയ്ക്ക് ഇരുന്ന് ഭ്രാന്തായിട്ടുണ്ട് ഗൈസ്. വാവേ ആയി ഓക്കെ? ഇവിടെ വാവേ. എൻ്റെ പൊന്ന് ഗൈസ്, ഇത് ഇപ്പോഴൊന്നും തീരുമെന്ന് തോന്നില്ല. ഒരു സമയമായിട്ടുണ്ട് തുടങ്ങിയിട്ട്. വാവേ, എന്നെയും കാണുമ്പോൾ അന്ന് വാവയ്ക്കായിട്ടുണ്ട്.
ഉള്ള ഗ്ലാമർ പോരാ തന്നെ ബ്ലഷൊക്കെയാണ്. വാവയ്ക്ക് ബ്ലഷ് വേണോ? വാവയ്ക്ക് ബ്ലഷ് ഒന്നും വേണ്ട. വാവ ഓൾറെഡി നല്ല ബ്ലഷ്ഡ് ആയിട്ടിരിക്കുകയാണ് അല്ലേ വാവേ? ഓ ഓ ഓ ഓ ഓ ഓ വിഷം തുടങ്ങിയെന്ന് തോന്നുന്നു വാവയ്ക്ക്. ഇറങ്ങിയിട്ടൊരു 2 മണിക്കൂറായി അല്ലേ വാവേ? വാവയ്ക്ക് വിശക്കുന്നോ? വാവയ്ക്ക് വിശക്കുന്നോ? അമ്മ 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 പോവാന്ന് പറ. അമ്മയടുത്ത് പറ പോവാന്ന് പറ. മതിയാക്കാൻ പറ അമ്മയടുത്ത്. അമ്മയടുത്ത് മതിയാക്കാൻ പറ വാവേ. വീട്ടിൽ പോവാന്ന് പറ. നോക്കൂട്ടെ നീ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നീ വിളിക്ക് അതെ അമ്മ അമ്മ മതിയാക്കാൻ പറയടി വാവേ. നീ അമ്മനെ കണ്ടെന്നൊന്നും പഠിക്കില്ല കേട്ടോ. വാവയ്ക്ക് ഇതിന്റെ ആവശ്യമില്ല. അങ്ങനെ ഒരുവിധം എടുത്തു കഴിഞ്ഞു എന്ന് തോന്നുന്നു. വാവലം പടങ്ങിയിട്ടുണ്ട്. വേറെ ഒന്നുമില്ല കഴിഞ്ഞു. എന്തോ ബിസിനസ് മൈൻഡ് ഇവരുടെ കണ്ടോ, ഐഡിയ ഉണ്ടോ? നമ്മൾ ഈ ഷോപ്പിംഗ് ഇത്രയും ചെയ്ത് വെള്ളം കുടിച്ച് വെള്ളം കുടിക്കാനായിട്ട് തളർന്ന് ഇവിടെ വരുമ്പോഴത്തേനും ഇവിടെ നമ്മൾ വരുമ്പോൾ വെള്ളം കാണും. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഈ വെള്ളം മേടിക്കും. അതിന് 200 ഫീസ്. വേണ്ട, നമുക്ക് വേറെ വെള്ളം മേടിക്കാം. അങ്ങനെ ഇപ്പോൾ ഇവരുടെ ബിസിനസ് ഐഡിയ എൻ്റെ അടുത്ത് ചിലവാണ്. അപ്പോൾ നമ്മൾ ബില്ല് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ്. നമ്മൾ സെൻട്രൽ പോയിന്റിൽ നിന്ന് ബില്ലിംഗ് ഒക്കെ ചെയ്ത് വാവക്കുട്ടൻ്റെ സ്റ്റോളറൊക്കെ എടുത്തിട്ട് ഞങ്ങൾ വാവക്കുട്ടൻ അതിൽ തന്നെ ഇരുത്തി കൊണ്ടുപോകണം അല്ലേ? എന്താണ് അത്? കൊച്ചുകുട്ടികളുടെ ഉടുപ്പാണ് പൊന്നു. പൊന്നു വലുതായില്ലല്ലോ. ആ ഷർട്ട് കൊള്ളാലോ. ഇവിടെ എല്ലാം കൊള്ളാം. ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോവാം. വാ. കാണിക്കരുത് റൈഡർ കണ്ണാപ്പി. എവിടെ പോണ്? ഇനി അടുത്ത് നമ്മള് ബൂട്ട്സിൽ പോവാണ് ഗൈസ്. ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. എന്തുകൊണ്ട് നമുക്ക് 30% കൂപ്പൺ ഉണ്ട്. അതിവിടെ ആദ്യം എടുക്കുമെന്ന് നോക്കാം. ഗിതിൻ ചേട്ടൻ്റെ ഉണ്ടല്ലോ, ബൂട്ട്സ് ഉണ്ട്. ഒരു H&M ഉണ്ട്. വാവയുടെ കയ്യിൽ എന്തെങ്കിലും കൊടുക്കട്ടെ ഗൈസ്, ഇല്ലെങ്കിൽ ഇവിടെ ഭയങ്കര ബഹളമായിരിക്കും. വാവേ ഗൈസ്, എല്ലാവരും എൻ്റെ അടുത്ത് ചോദിച്ചില്ല ഞാൻ ഏത് ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ ഉണ്ടാകും ഓക്കെ, ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻ. ഗൈസ്, ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ്, എൻ്റെ സ്കിൻ കെയർ ചോദിച്ച എല്ലാവരുടെ അടുത്തും ആകെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു ഫേസ് വാഷാണ്. ഒരു ഫേസ് വാഷും ഒരു സെറം. ആ സെറം ഞാൻ ഏതാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഡ്രൈ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള, നോർമൽ ടു ഡ്രൈ സ്കിൻ. നിങ്ങൾക്ക് ഓയിലി സ്കിന്നാണെങ്കിൽ ഈ സംഭവം യൂസ് ചെയ്യാം. ഇത് ഓയിലി സ്കിന്നിനായിട്ടാണ്. ഇത് ആക്ച്വലി ഡ്രൈ സ്കിന്നിൻ്റെയാണ്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുറേ യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന സെറം ഇതാണ്. ഞാൻ യൂസ് ചെയ്യുന്ന സെറം പിഗ്മെൻറ്റ് പെർഫെക്റ്റ്. ഇത് വെളുക്കാൻ വേണ്ടിയിട്ടൊന്നും, ഇത് ആക്ച്വലി നമ്മുടെ ഫേസിൽ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറും എന്നാണ് പറയുന്നത്. ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. റിസൾട്ട് ആകുമ്പോഴത്തേനെ ഞാൻ പറയാം. ചെറിയ റിസൾട്ട് ആയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് എന്തായാലും ഒരു 3-4 വീക്സ് കഴിഞ്ഞാലേ നമുക്ക് വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങത്തുള്ളൂ. സോ റിസൾട്ട് ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് കിഡ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഞാൻ മാർക്ക് മേടിച്ചത്. പക്ഷേ ഇതാണ് ഞാൻ സൺസ്ക്രീൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഈ സാധനമാണ്
സോൾട്ട് ആൻഡ് ഫീൽ. ഇത് ലണ്ടനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വലിയവരുടെ ഇത് കിഡ്സിന് ഞാൻ മേടിച്ചു, പക്ഷേ ഞാനാണത് യൂസ് ചെയ്യുന്നത്. പക്ഷെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ആക്ച്വലി നല്ലൊരു മോയ്സ്ചറൈസിങ് തരുന്നുണ്ട് നമ്മുടെ ഫേസിന്. ഓ എൻ്റെ ബ്ലഷൊക്കെ നോക്കിയേ. ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് സൂപ്പർ അല്ലേ? ഒന്നുമില്ല, എനിക്ക് ഈ ലിപ്സ്റ്റിക് ഷെയ്ഡ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ ചുമ്മാ വന്നിട്ടുണ്ടല്ലോ ഈ എനിക്ക് ലിപ്സ്റ്റിക്കൊക്കെ എക്സ്ട്രാ ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ മേടിക്കുന്നത് ആദ്യമായിട്ടാണ്. കണ്ടാൽ മതി, ലിപ്സ്റ്റിക് ഷെയ്ഡ് ആർക്കും അറിയണ്ട. ശരിയാണ്, പക്ഷെ എന്നാലും പോകുന്ന പോക്കിൽ ഞാൻ ഇതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. നല്ല ഷെയ്ഡല്ലേ, ഞാനിത് പിന്നീട് ഇട്ട് കാണിച്ചു തരാമേ നിങ്ങൾക്ക്. സോ അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്തോ ചെയ്യണം? വീട്ടിൽ പോവാം. എന്തെങ്കിലും തിന്നാലോ ലൈറ്റായിട്ട്? എന്തെങ്കിലും ഇവിടെ നിന്ന് ലൈറ്റായിട്ട് തിന്നാലോ? കൈക്ക് നീളമില്ല, സ്റ്റാൻഡ് വേറെ മേടിക്കുന്നത്. എൻ്റെ കൈക്ക് വലിയ നീളമില്ലാത്തതുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് ജന്മന ഉള്ളതാണ് കേട്ടോ. നാക്കിൻ്റെ നീളം കാണിക്കും. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഇന്നത്തെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. അതെ, കോട്ട കഴിഞ്ഞ് നമ്മൾ പോവാണ്. വാവക്കുടനെ വിശക്കുന്നു. വാവ വിശക്കുന്നു. വാവ കൈ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇല്ലാതെങ്കിൽ മേടന്ന് പോയി ഫുഡ് എന്തെങ്കിലും ഒന്ന് മേടിക്കാൻ. വാവയ്ക്ക് വിശക്കുന്നുണ്ട്. നമ്മൾ നേരെ വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് നമുക്കൊരു ഷവർമ കഴിക്കാം. ഓക്കെ. കറക്കമൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് സ്പോട്ടിൽ നമ്മൾ വന്നിരിക്കുകയാണ്. കലാശക്കോട്ട നമ്മളൊരു ഷവർമയിൽ അവസാനിപ്പിക്കാന്ന് കരുതി. വാവ എന്തോ നോക്കാം അവിടെ. ഇങ്ങോട്ട് തലാപാത്ത് ചേട്ടൻ നോക്കിയാണ് ബൈക്കിൽ പോകുന്നതൊക്കെ. എന്താണ് വാവ നോക്കാണോ? റെഡി വാവേ? നീ അച്ഛനെ പോലെ അല്ലല്ലോ. അച്ഛന്റെ അതേ സ്വഭാവം. വാവ എന്താ അവിടെ? ഇങ്ങോട്ട് നോക്കിയേ വാവ, ഇങ്ങോട്ട് നോക്കിയേ. നോക്കാന് ഇത് കഴിഞ്ഞിട്ട് എനിക്കിപ്പോ മറ്റേതാണ് വരുന്നത്. ഒരു മാസ്റ്റർ ഒന്നില്ലേ മറ്റേ ഒരു അതല്ലേ? അത് അങ്ങനെയുണ്ട്. നമ്മൾ ഇവിടെ കഴിക്കുന്നത് ഏറ്റവും നല്ല അടിപൊളി ഒരു ഷവർമയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അല്ല, ബഹ്റിനുള്ളവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിലുള്ള ലെബനോൺ ഓവൻ പ്രൊമോഷൻ അല്ല, നമ്മൾ പൈസ കൊടുത്ത് മേടിച്ച ഷവർമ. കണ്ടോ ഗൈസ്, എന്നെ പട്ടണിക്കിട്ടത് എന്നെ ഒന്നും തിന്നാൻ സമ്മതിക്കില്ല. കണ്ടാ പറയില്ലല്ലോ കിട്ടാതെ വീട്ടിലാണെന്ന്. അമ്മ പറയുന്ന കേട്ടാ. നിങ്ങളിത് അറിയണം ഗൈസ്. ഈ കാണുന്നത് പോലെയല്ല, എന്നെ ഒന്നും തിന്നാൻ സമ്മതിക്കില്ല എൻ്റെ വീട്ടില്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? പറയാതെ പോയി മേടിച്ചു. അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടില്ല. ആദ്യം മേടിച്ച് തരത്തില്ല എന്ന് പറയുമെങ്കിലും മേടിച്ചു തരും. ഞാൻ ഇല്ലെങ്കിൽ ഇരിക്കപ്പുറത്ത് കൊടുക്കത്തില്ല. അപ്പൊ ഇനി മേടിച്ചു തരും. ആലോചിച്ച് നോക്കുക, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം തിന്നാൽ ഞാൻ അങ്ങനെ നാളായിരിക്കും അല്ലേ സംഭവിച്ചു പോയാൽ ഞാൻ ആ ഫുഡ് കഴിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ഞാൻ പിന്നെ ഉള്ള കാലം ജീവിക്കേണ്ടി വരും. അല്ല, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു. എനിക്ക് അതാണ്, നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ നമ്മൾ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ കഴിക്കണം. പക്ഷെ എന്ത് കഴിച്ചാലും നമ്മൾ കൺട്രോൾഡ് ആയിട്ട് കഴിച്ചാൽ മതി. ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കഴിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാന്ന് പറയാവേ. ഇവിടെ